മോർണിംഗ്. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, നല്ല ക്ഷീണം. അപ്പം നമുക്ക് എനിക്ക് പോയി പല്ലേക്കാം, എനിക്ക് വർക്കുണ്ട്. ഇന്നത്തെ പോലെ താഴേന്ന് പോയി 3 കോഫി മേടിച്ചു. ഇനി നേരെ വർക്കിന് കയറില്ല. ഫുഡ് കഴിക്കലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇനി നേരെ പോയിട്ട് ഞാൻ വർക്കിന് കയറണം. ഇന്നത്തെ പ്രത്യേകത, ഞാനിന്ന് നാട്ടിലേക്ക് പോവും. വർക്കിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പാക്കിങ് ചെയ്യണം. പാക്കിങ്ങിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി 10 മണിക്കാണ് ബസ്. അപ്പോൾ പെട്ടിങ് ഇടയ്ക്കിടയ്ക്ക് പോവായി. ഇല്ല കേട്ടോ, പെട്ടിങ് ഇടയ്ക്കൊന്നും എടുക്കുന്നില്ല. അതിന് ഞാൻ ഏപ്രിൽ ലാസ്റ്റ് വീണ്ടും വരും. അതിന് വേണ്ടി വിട്ടിട്ടോ. ഇതെൻ്റെ കോളേജ് വാസം അവസാനിച്ച് പോക്കാണ്. ഇനി വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വരണം. അത് കഴിഞ്ഞ് കോൺവൊക്കേഷൻ ഒരു വരണം. 2 വരവും കൂടി ഇനി ഉള്ളൂ, കഴിഞ്ഞു അതോടെ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തേക്ക് നല്ല വിശക്കാൻ തുടങ്ങിയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ബ്രഞ്ചായിട്ട് പിസ്സ ഓർഡർ ചെയ്തു. അപ്പം നമുക്കത് പോയി എടുക്കാം. ഞാൻ ഫുഡ് എടുത്തിട്ട് വന്നു. അപ്പോൾ ഇനി ഇത് കഴിക്കുക, പണിയെടുക്കുക, അതിനിടക്കൂടെ പാക്കിങ് ചെയ്യുക. അതാണ് ഇപ്പം എൻ്റെ പ്ലാൻ. ഞാൻ വർക്ക് ചെയ്തു, ഫുഡ് കഴിച്ചു. വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇനിയും കുറേ ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് പാക്ക് ചെയ്യണം, ടൈമില്ല. ഇന്ന് രാത്രിയാണ് ബസ്. വർക്ക് നടക്കുവാണ്. എൻ്റെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ റൂമിൻ്റെ കോല ഞാൻ കാണിച്ചു തരട്ടെ. നല്ല അലമ്പായിട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞു. ഇനി ഓടിപ്പോയി പാക്കിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. എനിക്കിന്ന് പോകാനുള്ളതാണ്. അപ്പം ഞാൻ ഓടിപ്പോയി കുറച്ച് സാധനങ്ങൾ വൃത്തിയാക്കുക. അല്ലെങ്കിൽ ഞാൻ ഇനി കുറച്ച് സ്ഥലത്തേക്ക് കൂടി വരത്തില്ലല്ലോ. അപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി വയ്ക്കുക. പിന്നെ പാക്ക് ചെയ്യണത് പാക്ക് ചെയ്യുക. പിന്നെ ചടേന്ന് പറഞ്ഞിട്ട് കുളിച്ച് റെഡി ആവണം. അപ്പം ഞാൻ പോയിട്ടൊന്ന് ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. അത് കണ്ടു, ഇതാണ് കോലം. അപ്പം ഞാൻ ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഇതാണ് എൻ്റെ മെസ്സ്. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയി ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കുളിച്ച് റെഡി ആവാനുള്ളതാണ്. ഡ്രസ്സ് മാറി ഇനി കുറച്ചൊന്ന് റെഡി ആയിട്ട് പതിയെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പോവാ. അപ്പോൾ ആദ്യം ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ, സ്ലീപ്പ് ഇൻ ദ ബസ്. അപ്പോൾ ഞാൻ രാത്രി ഇറങ്ങാൻ പോവാം. എന്നാലും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് പോവാം. അപ്പോൾ ഞാനൊന്ന് പോയി റെഡി ആവട്ടെ. ചെരുപ്പ് നോക്കണ്ട കേട്ടോ, ഞാൻ ലഗേജ് താഴെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോണതാണ്. അങ്ങനെ സാധനങ്ങളും കൊണ്ട് ഞാൻ ഹോസ്റ്റലിൻ്റെ പുറത്തിറങ്ങി. ഇനി ഓട്ടോ കാത്ത് നിൽക്കുകയാണ്. ഓട്ടോയിൽ കയറി അങ്ങനെ ബസ് വരുന്നിടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് അല്ലിനും കൂടെ വരുന്നുണ്ട് അവിടേക്ക്. കൂടാതെ ഞങ്ങളതിനെ കയറ്റി വിടാനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും വരുന്നുണ്ട്. ഇതാണ് ഞാൻ പോകുന്ന ബസ്. ഫേസ് എക്സ്പ്രഷൻ നമ്മള് ബസ് കയറാൻ നേരപ്പോഴേക്കും അവർ ഞങ്ങൾക്ക് ഇതെടുത്ത് തന്നു കേട്ടോ. അപ്പോഴേക്കും ഞാനും അലീനോട് ഇന്ന് കരച്ചിൽ തുടങ്ങി. ഭയങ്കര സങ്കടമായിരുന്നു. വണ്ടിയിൽ നിന്നൊക്കെ കരയായിരുന്നു കേട്ടോ. കാരണം എല്ലാം കഴിഞ്ഞു, കോളേജ് ലൈഫ് കഴിഞ്ഞു. അവസാനം അവർ ഞങ്ങൾക്ക് സാധനം തന്നു. അതും കൂടെ തന്നപ്പോൾ കയ്യിൽ നിന്ന് ഫുൾ പോയി. കരഞ്ഞ് പിഴിഞ്ഞൊരു പെരുവായിട്ടാണ് ഇരിക്കണത് ഞാൻ. അപ്പോഴത്തെ അവളുണ്ട് കേട്ടോ, അലീനയും കരഞ്ഞൊരു പെരുവായിട്ട് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നാട്ടിലെത്തി. എൻ്റെ അവിടെ എത്താറായി.
അലീന ഇറങ്ങിയിട്ടോ. അവൾ ഇറങ്ങുന്നതിന് എണീറ്റത്. പിന്നെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇങ്ങനെ പുറത്ത് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ സ്റ്റോപ്പ് എത്തിയിട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങി. പിന്നെ അപ്പനെ കാട്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ അപ്പൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പൻ്റെ കൂടെ ഞാൻ കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ആ ഫോട്ടോ ഞാൻ ഇപ്പോഴും കയ്യിൽ വെച്ചേക്കും കേട്ടോ. എനിക്കെന്തോ ഭയങ്കര സങ്കടം. ഞാൻ വീട്ടിൽ വന്നിട്ട് അപ്പയും അമ്മേനൊക്കെ കാണിച്ചിട്ട് എനിക്കെന്തോ ഭയങ്കര സങ്കടമായിരുന്നു. കഴിഞ്ഞപ്പോൾ അങ്ങനെ റൂമിലെത്തി. മുഖമൊക്കെ കഴുകിയെല്ലാം ചെയ്തൊന്ന് ഫ്രഷായി. പിന്നെ ഒന്ന് ചായ കുടിക്കണം. ഞാനങ്ങനെ ഇന്ന് പുറത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഞാൻ ഇന്നത്തെ ദിവസം ഫുൾ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അടുത്ത പാട്ടായിട്ടിടാം. ഭയങ്കര ലോങ്ങായി പോകണ്ടല്ലോ വീഡിയോ. അപ്പോൾ ഞാൻ അടുത്തത് ഇടാം കേട്ടോ. നാട്ടിലെത്തി ഫസ്റ്റ് ഡേ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ബൈ.